പോത്തേട്ടൻ മോണിറ്ററിൽ നോക്കത്തില്ല അല്ലേ? ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കും, ഞാൻ ഓക്കെ ആണോ? ഞാനപ്പോൾ മാറ്റി തൊട്ട് ഞാൻ ഓക്കെ ആണെന്ന് പേടിച്ചിരിക്കും. ഇനി മേലെ ഈ ചോദ്യം വന്ന് ചോദിക്കും. ഇതൊക്കെ ഒരു മെഗിലിയല്ലോ. മെത്തഡ് ആക്ടർ ആണ് കേട്ടിട്ടുണ്ട്. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്ന. ഇവരൊക്കെ തന്നെ പറഞ്ഞു വരുന്നത്. എല്ലാ ആക്ടർക്കും അവരുടേതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും മെത്തേഡ് ആക്ടേഴ്സാണ്. എന്തെങ്കിലും ഒരു മെത്തേഡൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കഥ ഇനിഷ്യൽ സമയത്ത് എനിക്കൊന്ന് 2 വർഷം ബാക്കാണ് ഞാൻ പറഞ്ഞ കഥ പറഞ്ഞിട്ട് വർക്കായില്ലെന്നൊക്കെ പറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞ ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പോത്തൻ്റെ അടുത്ത് ചോദിച്ചു, പോത്തൻ്റെ മുമ്പ് കുറെ പോലീസുകാർ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പോത്തൻ പറഞ്ഞാടാ, പക്ഷെ നല്ല ഒരെണ്ണം ഇതായിരിക്കും എന്നുള്ളൊരു. പോത്തൻ തുടങ്ങിയ ദിവസം മുതൽ തീരുന്നവരെ ആ ഒരു എനർജി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അല്ല ഞാൻ വയ്ക്കുന്ന ഫ്രെയിമിൽ നിങ്ങൾ ഇവിടെ വന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആദ്യമേ ഞാൻ ചോദിച്ചു നോക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. രണ്ടുപേരും ചോദിച്ചു. അതിനുശേഷമാണ് നമുക്കിങ്ങനെ പോകാം. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട വഴി കൂടെ പോകേണ്ടി വരും. അല്ലാതെ ഫ്രീ ആയിട്ടുള്ളിടത്തല്ല ഇവരെ ക്യാപ്ചർ ചെയ്യുന്നുള്ള പരിപാടിയാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ് ഇവരുന്നുണ്ടാകാൻ വേണ്ടി കട്ട് പറയാതിരിക്കും. അല്ലാതെ അഭിനയം കണ്ടിട്ടല്ല, കട്ട് പറയാൻ പറഞ്ഞതല്ല. ആക്ച്വലി ഇവർ അടുത്തൊരു മൂവ് നടത്തിയാൽ ചിലപ്പം എനിക്കത് അടുത്ത ഇതിലോട്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം കട്ട് പറയാതിരിക്കും ചില സമയത്തിന്. അഭിനയം കണ്ട് കട്ട് പറയാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഞെട്ടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഹായ്, റോന്ത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ഉള്ളത് ഷാഹി കബീർ ആൻഡ് റോഷൻ മാത്യു. വെൽക്കം. താങ്ക് യു. റോന്ത് ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ, അതിനുശേഷവും സംവിധായകൻ എന്ന രീതി, ഇലവീഴ പുഞ്ചിറയ്ക്ക് ശേഷവും വരുന്ന സിനിമ. ഡബിൾ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ അതൊരു എളുപ്പമാണോ? അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് റൈറ്റർ സപ്പോർട്ട് എപ്പോഴും ഭയങ്കര നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് അത് ഫുൾ നൈറ്റൊക്കെ ആയിട്ട് പലപ്പോഴും കിളിയൊക്കെ പോയി അല്ലേ, ചെറിയ മാറ്റങ്ങൾ വരും. പിന്നീട് നമ്മൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളെ അത്രയും എപ്പിക്കായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മറവി ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഓർമ്മിപ്പിക്കാൻ നല്ലത് എപ്പോഴും റൈറ്റർ ഉള്ളത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. പോലീസുകാരന്റെ പോലീസ് സിനിമ, അത് ആദ്യത്തെ പോലീസ് വേഷവും കൂടിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഷാഹിയോട് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നിരുന്നതാണ്. ഈ പടത്തിന് ഷാഹി വിളിക്കുന്നതിന് മുമ്പ് പോലെ തന്നെ. അപ്പം അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്ന പോലീസ് ക്യാരക്ടേഴ്സ് ഒന്നും എന്നെ ഹുക്ക് ചെയ്യുന്നതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പോലീസ് വേഷം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാധനമൊന്നും അങ്ങനെ നിർബന്ധമായിട്ട്. പക്ഷെ ഷാഹി വിളിച്ചപ്പോ ഭയങ്കര സന്തോഷമുണ്ടായി. ഷാഹിയുടെ ഒരു പോലീസ് ക്യാരക്ടർ ആയപ്പോഴത്തേക്കിനും അത് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു പരിപാടി ആയിരിക്കുമെന്ന് തോന്നി. കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാഹിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും മനസ്സിലായില്ല. സ്ക്രിപ്റ്റ് അയച്ച് വായിച്ചു കഴിഞ്ഞപ്പോ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. എന്താ ഒരു പ്രെപ്പ് ഉണ്ടായിരുന്നത്? പോലീസുകാരെ മനസ്സിലാക്കാൻ നോക്കുക. പോലീസുകാരെ മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ ദിന്നാഥ് എന്ന് പറയുന്ന ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ പേര് ദിന്നാഥ് എന്നാണ്. പുതിയ പോലീസുകാരനാണ്. ഭയങ്കര ആത്മാർത്ഥതയാണ്, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്. ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എനിക്കിവിടെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ജോലി ഇതൊക്കെയാണ്, അത് ജോലി ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചെയ്യാമെന്ന് ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എവിടെയൊക്കെ ഇറങ്ങി ജോലി ചെയ്യാം എന്ന് ആലോചിക്കുന്ന അങ്ങനത്തെ ഭയങ്കര ഏണസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ. അപ്പൊ അവൻ എല്ലാ രീതിയിലും ഇപ്പൊ പുതിയതായിട്ട് ജസ്റ്റ് തുടങ്ങിയത് കൊണ്ട് അവൻ എല്ലാ എക്സ്പീരിയൻസസും പുതിയതാണ്. ഓരോ എക്സ്പീരിയൻസസും നിന്ന് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറും ഭയങ്കര രസമുള്ള കുറെ ഇൻസിഡൻസും ആ ക്യാരക്ടറിന് കടന്നു പോകാനായിട്ട്. ഇത് മുമ്പ് ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, റോഷന്റെ കഥാപാത്രം കുറച്ചൊക്കെ ഞാൻ തുടക്കത്തിലെ ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ. അങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സ്വഭാവം? അതോ പോലീസായി തുടങ്ങുന്ന സമയത്തോ? ഈ പറഞ്ഞതുണ്ടല്ലോ നമ്മള് ജോലിയിൽ തുടങ്ങുമ്പോഴുള്ള അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയല്ല. അത് നമ്മളെ എന്ത് ജോലി ചെയ്താലും നമ്മൾ ആ പോലീസുകാരാകുന്നതിന് മുമ്പ് ഞാനുണ്ടല്ലോ. അപ്പൊ എന്റെ ഭയങ്ങള്, എന്റെ ചിന്തകള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഞാൻ തുടരുമല്ലോ. ആ സ്വഭാവം കുറച്ച് കൊടുത്തു. അത് ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഒരു എപ്പോഴും മെത്തഡ് ആക്ടർ ആണ് കേട്ടിട്ടുണ്ട്. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്ന. ഇവരൊക്കെ തന്നെ പറഞ്ഞു വരുന്നത്. എല്ലാ ആക്ടർക്കും അവരുടേതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും മെത്തേഡ് ആക്ടേഴ്സാണ്. എന്തെങ്കിലും ഒരു മെത്തേഡൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ കേട്ട് അങ്ങനെ പുള്ളിയുടെ എന്തെങ്കിലും ട്രേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഷാഹിയുടെ കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഈ സിനിമയിലുണ്ടെന്നും ഷാഹിയുടെ കുറച്ച് ട്രേറ്റ്സ് ഈ ക്യാരക്ടറിലുണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോ ഷാഹിനെ മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ ആ ട്രേറ്റ്സും ആ ഭാഗങ്ങളും കൂടെ കുറച്ചും കൂടെ മനസ്സിലായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ പ്ലേ ചെയ്യുമ്പോൾ അതൊരു അനുകരണമായിട്ടല്ല നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഹോളായിട്ടൊരു ക്യാരക്ടറിൽ
അത് എവിടെ വരണം, എങ്ങനെ വരണം, എത്രത്തോളം വരണം എന്നുള്ളതിലൊക്കെ. അപ്പോൾ ഷാഹിയും ഭയങ്കര ആസ് എ റൈറ്റർ ആണ് ഷാഹി കൂടുതലും എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ആസ് എ ഡയറക്ടർ ഷാഹി ആക്ടേഴ്സിനെ അധികം ബോദർ ചെയ്യാറില്ല. ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ചെയ്യുന്നു, ഷാഹി ആസ് എ ഡയറക്ടർ ഷാഹിയുടെ പരിപാടി ചെയ്യുന്നു. ആസ് എ റൈറ്റർ ആണ് ഷാഹിയുടെ ഞങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്, പോത്തേട്ടനും ഞാനുമായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസും ഭാവനയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിലും എക്സ്ട്രാ ക്ലാരിറ്റി വേണ്ടപ്പോഴെല്ലാം ഷാഹിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഷാഹി കബീർ സിനിമകള് തിരക്കഥയായാലും സംവിധാനമായാലും ഒരു ആഴം കൂടുതലുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് ചില പോയിന്റുകൾ പിടിച്ചോ വലയ്ക്കുന്ന പോലെ എല്ലാത്തിലും, ജോസഫ് തൊട്ട് ഇങ്ങോട്ട് എല്ലാത്തിലും നോയിപ്പില്ലേ വീഴാപ്പൂഞ്ചിറയൊക്കെ ഞാൻ ശരിക്കും ഒരു തരിച്ചിരുന്നിട്ടുണ്ട് പല പോയിന്റുകളിലും. അപ്പൊ റോന്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാവോ? റോന്ത അത്ര ഭീകരമായ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പല ജോണറുകൾ ഉണ്ടെന്ന് വേണേൽ പറയാം. പല പല ട്രാവലുകളാണ്. അത് പല രീതിയിലും പലയിടത്തും പലതും പല രീതിയിലും ഉണ്ട്. ചെറിയ ചിരിയൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ചില സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രാമ കുറച്ചുകൂടെ ലൈറ്റ് ആണോ? കുറച്ചുകൂടെ ലൈറ്റ് ആണ് നമുക്ക് പറയാം. പോത്തേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അതൊരു ഡിഫറെന്റ് കോമ്പിനേഷനും ആയിരുന്നു. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ടീച്ചറും നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ. ആ കോംബോ എങ്ങനെ വർക്കായി? ഭയങ്കര രസമാണ് ആസ് എ കോ ആക്ടർ പോത്തേട്ടനോട് വർക്ക് ചെയ്യാൻ. ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഗിവൻ ടേക്കും പോത്തേട്ടൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസിൻ്റെയും ഒരു സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള ഒരാൾ എക്സ്പീരിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവും ഓരോ സീനിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതവിടെ ഉള്ളത് നമുക്ക് ഭയങ്കര തുണയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ പോത്തേട്ടൻ ഭയങ്കര കമ്മിറ്റഡാണ്. ഈ ആക്ടിങ് എന്ന് പറയുന്ന സാധനം പോത്തേട്ടൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തെ ഷോട്ടിനായിട്ട് ഓർമ്മയുണ്ട്, ജീപ്പ് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഷോട്ടിനായിട്ട് പോത്തേട്ടൻ കയറിയിരുന്ന് ഞങ്ങൾ തമ്മിൽ യൂണിഫോം ഒക്കെ നോക്കി ജീപ്പിൽ കയറിയിരിക്കുക. യൂണിഫോമിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഞാൻ പോലീസുകാരനും ഒരു ഹയർ റാങ്ക് ഓഫീസറാണല്ലോ. അപ്പൊ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ പോത്തേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പോത്തേട്ടന് മുമ്പ് കുറെ പോലീസുകാരൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പോത്തേട്ടൻ പറഞ്ഞാടാ പക്ഷെ നല്ല ഒരെണ്ണം ഇതായിരിക്കും എന്നുള്ളൊരു പോത്തേട്ടൻ തുടങ്ങിയ ദിവസം മുതൽ തീരുന്നവരെ ആ ഒരു എനർജി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ. ഈ കാസ്റ്റ് എങ്ങനെ ആലോചിക്കുന്നത്? വ്യത്യസ്തമായ ഒരു കാസ്റ്റ്. റോഷൻ ആക്ച്വലി ഉണ്ടായിരുന്നു. കഥ ഇനിഷ്യൽ സമയത്ത് എനിക്കൊന്ന് 2 വർഷം ബാക്കാണ് ഞാൻ പറഞ്ഞ കഥ പറഞ്ഞിട്ട് വർക്കായില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞില്ലേ അപ്പുറത്തെ ഒരു സൈഡ് പലപ്പോഴും അത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഇത് ബിസിനസ് കൂടെ ആണല്ലോ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നു. ഇപ്പോൾ ജംഗ്ലി വന്നപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടായ പോത്തേട്ടനെ വിളിക്കാൻ പറ്റി. അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ അടുത്തൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ വേറെ ആംഗിളിലൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും തന്നെയാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം ഇവരുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഹൈ. നിങ്ങൾ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യും, നിങ്ങൾ ഇവരെ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഇവരെ കൊണ്ടുപോയാൽ ഈ സിനിമ വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവര് ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ നിഷേധിച്ചു മെസ്സേഡ് ആക്ടർ അല്ലാന്ന്. പക്ഷെ നിങ്ങളൊക്കെ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ദിലീഷ് ഏട്ടൻ കുറച്ചുകൂടി ഒരു സ്പോണ്ടേനിയസ് ആണെന്നും റോഷൻ ചിലപ്പോൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തു. ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാ ഇവര് രണ്ടും? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ രണ്ടുപേരും ഒരു ഡയറക്ടറൽ പെർസ്പെക്റ്റീവ് ഉള്ളതാണ്. ഇപ്പോൾ റോഷൻ പറഞ്ഞ കണക്ക് ഞാൻ അധികം വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവരോട് അധികം പറയേണ്ടി വന്നിരിക്കുന്നത് പോലീസിൻ്റെതായ ചലനങ്ങളെ കുറിച്ചോ അല്ലെ അങ്ങനത്തെ ചെറിയ ഇപ്പോൾ പോത്തനോട് റോഷനോട് ഞാൻ പലപ്പോഴും പറഞ്ഞ ഞാൻ ഡ്രൈവറായിരുന്നു. അപ്പം ഇപ്പം ഒരു BMW കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന റോഷൻ ഒരു റഫായിട്ടുള്ള വണ്ടി ഓടിക്കാൻ നേരം പലപ്പോഴും നമ്മൾ ഒരു കൈക്കൊക്കെ റെസ്റ്റ് കൊടുക്കുക. എപ്പോഴും ഒരു കൈയോ ഒരു കാലോ ഒക്കെ റെസ്റ്റ് ആയിരിക്കുന്നത്. കൈ ഇങ്ങനെ ഇട്ടുകൊണ്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ മിററിൽ കൂടെ റോഷൻ വണ്ടി എടുക്കുമ്പോൾ മിററാണ് നേരെ തിരിഞ്ഞു നോക്കുക. കാരണം നമ്മുടെ വണ്ടിയിലൊന്നും ഈ സാധനമൊന്നും കാണത്തില്ല അവൈലബിൾ. അപ്പം അങ്ങനെയുള്ള പോലീസിങ്ങിൻ്റെ അതും പോത്തേട്ടനോടും അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാതെ ഇമോഷൻസ് രണ്ടുപേർക്കും കഥ പറയുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അവരത് തന്നെയാണ് അവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഇരുന്നിട്ട് ആവശ്യമില്ലാതെ നമുക്ക് വർക്കാവാത്തൊരു കാര്യം വരുമ്പോൾ സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഞാൻ വെക്കുന്ന ഫ്രെയിമിൽ നിങ്ങൾ ഇവിടെ വന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആദ്യമേ ഞാൻ ചോദിച്ചു നോക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് രണ്ടുപേരും ചോദിച്ചു. അതിനുശേഷമാണ് നമുക്കിങ്ങനെ പോകാം. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട വഴി കൂടെ പോകേണ്ടി വരുന്നത്. അല്ലാതെ ഫ്രീ ആയിട്ടുള്ളിടത്തല്ല ഇവരെ ക്യാപ്ചർ ചെയ്യുന്നുള്ള പരിപാടി തന്നെയാണ്. അത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഫ്രീഡവും ഒരു വലിയ സ്പേസും തന്നെയല്ലേ അങ്ങനെ ഒരു ഡയറക്ടർ ചിന്തിക്കുന്നു എന്നുള്ളത്. വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. നമുക്കൊരു
എനിക്ക് പേഴ്സണലി എപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ് ഇന്ന ഷോട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തതിന്റെ ലൈറ്റപ്പ് വരെ കഴിഞ്ഞു, ഇനി ഇതിലേ കൂടെ നടന്നു വന്ന് ഇവിടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇതിലേ കൂടെ അങ്ങ് പോയിക്കോ എന്ന് പറയുന്നത് കുറച്ച് റെസ്ട്രിക്റ്റിംഗ് ആണ്. പകരം നമ്മൾ ആ സ്പേസിൽ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ട് ആ സ്പേസിൽ ഈ പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ പറയുന്ന മൊമെന്റ് എങ്ങനെ ഉണ്ടാവും എന്ന് കണ്ട് അത് മനസ്സിലാക്കി പിന്നെ അതിനെ ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നത്. ഷായും മനേഷേട്ടനും ഒക്കെ അങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇരിട്ടി ആണ് ലൊക്കേഷൻ വരുന്നത്. അത് പിന്നെ കോട്ടയം ഒക്കെ തന്നെ സ്ലാങ് യൂസ് ചെയ്താൽ മതിയല്ലോ, അവിടെയൊക്കെ കുടിയേറ്റക്കാരും. പോലീസുകാരന് ആ സ്പേസും ഉണ്ട്, എന്ത് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം. നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലമൊന്നും പറയാതെ അങ്ങനെയാണ് ഇരിട്ടി എന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നേ. ഇരിട്ടി എന്നൊന്നും ചിന്തിക്കേണ്ട, കേരളത്തിൽ എവിടെയാവാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. പിന്നെ ഈ രണ്ട് പോലീസുകാരും വളരെ ക്ലിയർലി അവിടുത്തുകാരല്ല. ഇവര് ഒരാള് ക്വാർട്ടേഴ്സിലും പിന്നെ ഒരാളൊരു വാടക വീട്ടിലും ഒക്കെയാണ് താമസിക്കുന്നത്. ഇവരുടെ നാടോ വീടോ പോലീസ് സിനിമകൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ, എവിടുന്ന് വന്നവരും ആവാം. സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് ട്രാൻസ്ഫർ അതും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പോലീസ് സിനിമകൾ പറഞ്ഞപ്പോൾ ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എന്തോ കണ്ടു, ഒരു കമ്പാരിസണാണ് പഴയ 90s-ലും 80s-ലും ഉള്ള പോലീസ് വേഷങ്ങളും ഇപ്പോഴുള്ളത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പോലീസ് വേഷങ്ങൾ അതിൽ പെടും. അപ്പോൾ അത് അവരുദ്ദേശിച്ചത് ശരിക്കും 90s കുറച്ചുകൂടെ മാസാണെന്നാണെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തത്തിൽ തിരിഞ്ഞു വന്നത് ഇപ്പോഴത്തെയാണ് അടിപൊളി, റിയലിസ്റ്റിക് ഇതാണ് എന്ന് പറഞ്ഞു. കാലമാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഹീറോസ് ഉണ്ടായിരുന്നു. ശോഭിക്കുന്ന യുവത്വം, ഗർജിക്കുന്ന അമിതാഭ് ബച്ചൻ പോലീസ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു കാലഘട്ടത്തിനനുസരിച്ചാണ്. അപ്പം മനുഷ്യന് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ സമയത്ത് എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഹീറോ വേണമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഹീറോയെ ആരാധിക്കുന്ന കാലമുണ്ടായി. അപ്പൊ അങ്ങനത്തെ പോലീസ് കഥാപാത്രങ്ങൾ വന്നു. പിന്നീട് അത് മാറി, മനുഷ്യർ കുറെ കൂടെ യാഥാർത്ഥ്യ ബോധത്തിലോട്ട് എത്തി, അവരുടെ പൊളിറ്റിക്സ് മാറിയല്ലേ. ഇപ്പൊ ആർക്കും സംസാരിക്കാൻ ഒരു കാലം വന്നപ്പോൾ കഥ മാറിയല്ല, അത് നമ്മളായിട്ടുണ്ടാകുന്നില്ല. കാലഘട്ടത്തിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് എഴുത്തുകാർ മാറുന്നത്. ഞാൻ ചോദിക്കാൻ വന്നപ്പോ ഒരു പോലീസാണ് ഇപ്പൊ കാക്ക കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും പോലീസായ ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്ക് നേരിട്ട് അറിയില്ല. എന്നാലും അപ്പൊ പോലീസ് ആയപ്പോഴേ നമ്മൾ ഈ സിനിമകളിൽ നിന്നും യാഥാർത്ഥ്യം വളരെ ദൂരം തോന്നിയിട്ടുണ്ടോ പോലീസായി തുടങ്ങിയ സമയങ്ങളിലൊക്കെ? അങ്ങനെ ഇല്ല, അത് ഞാൻ പറയട്ടെ, നമ്മളിപ്പോ സിനിമയല്ല യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയങ്കര അനുഭവം അങ്ങനെ എടുത്തു പറയാനൊന്നും ഒന്നുമില്ല. നമ്മളിപ്പോ സിനിമ കണ്ടിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ പൊളിക്കാന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന എൻ്റെ ബാച്ചിലെ എല്ലാ പോലീസുകാരും ഒരു ജോലി എന്നുള്ള രീതിയിലാണ് പോലീസിൽ കയറിയത്. അതിൽ തന്നെ പോലീസിനേക്കാളും താഴെ ലാസ്റ്റ് ഗ്രേഡ് ജോലി കിട്ടിയപ്പം പോലീസ് ജോലി പോയ ഒത്തിരി പേരുണ്ട്. മറ്റൊരു തൊഴിൽ കിട്ടിയപ്പോൾ എല്ലാവരും പോകും. കാരണം പോലീസ് ജോലി അത്രയും ഒരു കംഫർട്ടോ അങ്ങനെ എൻജോയ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ കൻഖജുര അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പുറത്ത് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പുറത്ത് നമ്മളിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ചേട്ടൻ അനിയൻ ബന്ധങ്ങൾ ഉണ്ടാവും, അല്ലെ അത്തരത്തിൽ ബന്ധങ്ങളുള്ള സ്പേസും കൂടിയാണല്ലോ മലയാള സിനിമ. പുറത്തേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് മാറുകയല്ലേ? അപ്പൊ വ്യത്യാസമുണ്ടോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ? കോർപ്പറേറ്റ് സ്ട്രക്ചർ ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. കുറച്ചുകൂടെ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോസ് ആയിരിക്കും അവിടെ. എങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ ഇവിടുത്തെ സ്ട്രക്ചർ കാരണം ഉണ്ടാവുന്നതല്ല, നമ്മളൊരു സിനിമ ചെയ്യുന്നതിന്റെ ഒരു യാത്രയിലൂടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ. അതിനവിടെയും സ്കോപ്പ് ഉണ്ട്. അത് എന്ന് വെച്ച് നിർബന്ധമായിട്ടും എല്ലാ സിനിമയിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഞാൻ 30-32 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് എല്ലാത്തിനും എനിക്ക് ഫോർ ലൈഫ് ഞാൻ ഇന്ന ആളെ ഒരു സുഹൃത്തായിട്ട് ക്യാരി ചെയ്യും എന്ന് പറയാൻ എനിക്ക് എല്ലാ സിനിമയൊന്നും 5 പേരെ വെച്ച് കിട്ടിയിട്ടൊന്നുമില്ല. ചില സിനിമകളിൽ നിന്ന് കിട്ടും 10 പേരെ, ചില സിനിമയിൽ നിന്ന് ആരെയും കിട്ടില്ല. അത് പ്രോജക്ട് ഡിഫർ ചെയ്യും. സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ലാംഗ്വേജും ഒന്നും അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല. ലാംഗ്വേജ് സ്വാഭാവികമായിട്ടും എനിക്കിപ്പോ മലയാളമോ ഇംഗ്ലീഷോ പറയുന്ന അത്രയും കംഫർട്ടബിൾ ഒന്നും അല്ല ഹിന്ദി. പക്ഷെ എനിക്ക് ഹിന്ദിയിൽ തന്നെ ഞാൻ സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ആ ലാംഗ്വേജിൽ എനിക്കൊരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് അവിടെ ചെന്ന് അഭിനയിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും. എനിക്കിപ്പോ ഈ പറയുന്ന പോലെ തെലുങ്കോ കന്നഡയോ ചെയ്യാൻ പോയാൽ അത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഈ കൻഖജുര പറഞ്ഞപ്പോ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു ശിവൻ, മോഹിത് റൈന. പുള്ളിയുടെ കൂടെയുള്ള ഒരു വർക്കിംഗ് എങ്ങനെയാന്ന് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആൻഡ് ഭയങ്കര പ്രൊഫഷണൽ ആക്ടറാണ് മോഹിത്. ഇങ്ങനെ ശരിക്കും പുള്ളി സിനിമയിലോ അല്ലെ ഇതിൽ അഭിനയിക്കണമെന്നൊന്നും വിചാരിച്ചു വന്നൊരാളല്ല. അപ്പോ ഇത് ഭയങ്കര ബോണസ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെയൊക്കെ കാണുന്ന ഒരാളാണ്. ഭയങ്കര ജെന്റിൽ ഒരു മനുഷ്യൻ. നമ്മൾ ആ വലിയ രൂപവും വലിയ മുഖവും മറ്റേ ഇന്റിമിഡേറ്റിംഗ് ശരീരവും കണ്ടു കഴിയുമ്പോൾ വിചാരിക്കുന്ന ആളെ അല്ല, ഒരു പാവാ ശരിക്കും. ജോസഫില് ജോച്ചേട്ടന്റെ ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഭാവന സ്റ്റുഡിയോസിൽ കിടക്കുന്നത് ആ പീറ്റർ ചുംബിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫിനെ വിളിക്കുന്ന ഒരു സീനാണ്. ഷായ് സാറിന്റെ ഒരു ഫേവറേറ്റ് സീന് അങ്ങനെയുണ്ടോ? ഒരു ഡയറക്ടറുടെ ഒരു ഫേവറേറ്റ് സീൻ?
അതുപോലെ എന്തെങ്കിലും ഇപ്പം ജോജോസ് ഫേവറേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡയറക്ടേഴ്സ് ഫേവറേറ്റ് ഏതെങ്കിലും? ജോസഫ് അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു എടുക്കാൻ ബുദ്ധിമുട്ടിയതോ, അല്ലെങ്കിൽ ചിലര് പറയുമല്ലോ ഇപ്പം ക്യാമറയ്ക്ക് പുറകിൽ ഡയറക്ടർ ഇമോഷണൽ ആയി എന്നൊക്കെ, അങ്ങനെ ഒരു ഡയറക്ടറാണോ റോഷൻ? ഞാനേ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല, ഇത് ഭയങ്കര ടെക്നിക്കലിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെ ഞാൻ ഇവര് ഇമോഷണലി കട്ട് അങ്ങനെ നിൽക്കുന്നുള്ള ആള് അല്ല. ഞാൻ മറ്റേ ഇവർ അഭിനയിച്ചപ്പം ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ ചിലപ്പം നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ് ഇവരിൽ നിന്നുണ്ടാകാൻ വേണ്ടി കട്ട് പറയാതിരിക്കും, അല്ലാതെ അഭിനയം കണ്ടിട്ടല്ല, കട്ട് പറയാൻ പറഞ്ഞതല്ല. ആക്ച്വലി ഇവർ അടുത്തൊരു മൂവ് നടത്തിയാൽ ചിലപ്പം എനിക്കത് അടുത്ത ഇതിലോട്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം കട്ട് പറയാതിരിക്കും ചില സമയത്ത്, നെക്സ്റ്റ് ഒരു മൂവ് കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ കിട്ടും, ഇല്ലല്ലോ ഇല്ല. നമുക്കൊരു ഒരു മിനിമം ഒരു സമയം നമുക്ക് എഡിറ്റിലാണെങ്കിലും കളയാം, പക്ഷെ ആ ഒരു മൊമെന്റ് നമ്മൾ കുറച്ച് കീപ്പ് ചെയ്താൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാറുണ്ട്. അല്ലാതെ ഞാൻ കട്ട് പറയാൻ അഭിനയം കണ്ട് കട്ട് പറയാൻ മറന്നിട്ടൊന്നുമില്ല. അങ്ങനല്ല, ഭയങ്കര ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇവരുടെ പെർഫോമൻസ് ആണ്. കാരണം ഇമോഷൻസ് ഇവർ രണ്ടും നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ചെറിയ പോലീസുകാരനാക്കാൻ വേണ്ടി പോലീസിങ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മിനിമൽ പരിപാടികളൊക്കെ. ഷായി ആക്ച്വലി ഭയങ്കര, എനിക്കൊന്ന് ഈ സിനിമയിൽ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടാണ് ഡയറക്ടോറിയൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പോത്തണ്ണും എനിക്കും ഒക്കെ നമ്മളിങ്ങനെ ഓരോ സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന ചില ഷോട്ടുകൾ കഴിയുമ്പോൾ ഷായി വന്നിട്ട് പറയാം, ഇതിപ്പോ ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് മറ്റേ ഷോട്ടിന്റെ ആവശ്യമില്ല എന്നുള്ള അങ്ങനത്തെ ചില ഡയറക്ടോറിയൽ തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും സന്തോഷം തന്നെ. ഓക്കെ, അതപ്പോ ഇവിടെ കൺവേ ആയല്ലേ, ആ സാധനം ഇവിടെ കിട്ടി, അല്ലെങ്കിൽ അത് പറയുമ്പോൾ ഷായിക്കൊരു എനർജി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ മറ്റേ മോട്ടറിന്റെ പുറകിലിരുന്ന് കരഞ്ഞ് കൈയടിക്കുന്ന ടൈപ്പ് ഡയറക്ടർ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ 50 ഷോട്ടുകളൊന്നും അല്ല. ആ ഫ്ലോ ആണ്, ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്യുന്നുള്ളതാണ് എനിക്ക് എന്റെ ഹാപ്പിനെസ്. ജോസഫിനെ പറ്റി ഏറ്റവും കൂടുതൽ വന്ന വിമർശനം അവയവദാനത്തിനെ കുറച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇതിൽ എന്താ പറയാനുള്ളത്? എപ്പോഴും വരാറുള്ള ഒരു വിമർശനം കൂടിയാണ്. അത് പറഞ്ഞാൽ കോമഡിയാവും. മറ്റേ ഇത് പറയുന്ന കണക്കാണ്, ഇന്ന് ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാർട്ടിക്കാർ പറഞ്ഞ കണക്കായി. ഞാനതിൽ ഖേദിക്കുന്നല്ല, തീർച്ചയായും അന്നോട്ടുള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ വിഭാഗത്തിലും ഞാൻ, എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ച കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവരുടെ ഇതിന് പോയിട്ട് തന്നെ ഞാൻ അത് തെറ്റുപറ്റിയാണ്, നമ്മൾ അങ്ങനെയല്ല കണ്ടത്. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഫേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരാളുടെയും തലക്കിട്ട് ചുറ്റി കൊണ്ടടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി ഓർഗണൊന്നും എടുക്കാനോ ബ്രെയിൻ ഡെഡോ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആൾക്കാർ അങ്ങനെ അതിനെ റിയലിസ്റ്റിക് കാണുമെന്നാണ് പ്രശ്നം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം പറ്റിയത് ഞാൻ പോലീസുകാരനായത് കൊണ്ട് ജനം അതിനെ അങ്ങനെ വിശ്വസിക്കപ്പെട്ടു. അവിടെയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. എന്റെ പ്രൊഫഷൻ കൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ പോലീസുകാരനല്ലാത്ത ഒരു റൈറ്റർ എന്ന സിനിമ എഴുതിയിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമില്ല, അത് വളരെ ഓക്കെ ആയിട്ട് വന്നത്. ഇപ്പൊ ഞാൻ വന്നപ്പം ഞാൻ എവിടെയോ കണ്ട റിയൽ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് റിയൽ എന്ന് പറഞ്ഞു, അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചാണ്. അല്ലാതെ എനിക്കതിൻ്റെ അകത്ത് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും നിങ്ങൾ നോക്കിയാൽ അറിയാം, ജോസഫിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും എനിക്ക് ഖേദമുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിലും ഇപ്പോഴും അത് പറഞ്ഞതേ ഉള്ളൂ. ഇലവീഴ പൂഞ്ചിറ പോലെ ഒരു സിനിമ ഇനി ചെയ്യാനാണെങ്കിൽ ചിന്തിക്കുന്നു പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റും തിയേറ്ററും വെച്ച്, പക്ഷെ അത്തരം ക്വാളിറ്റിയുള്ള സിനിമകൾ ഇറങ്ങാൻ മടിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലൊക്കെ ഉണ്ടാവുന്നു? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നേരത്തെ പറയുമ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറ ചെയ്യുമ്പോൾ ഒരു OTT എടുക്കും എന്നൊക്കെ ഒരു വിശ്വാസങ്ങളുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ മലയാള സിനിമ നമ്മൾ ഒരു മലയാള സിനിമയും എടുക്കുന്നില്ല OTT എന്നാണ് പറയുന്നത്. അപ്പം ആഫ്റ്റർ റിലീസേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ തിയേറ്ററിന് തന്നെയാണ് നമ്മളുടെ ആവശ്യമായി വരുന്നത്. അപ്പം ഇനി മുന്നോട്ട് കുറച്ച് നാൾ എന്തായാലും ഒരു സീരിയസ് ടൈപ്പ് ഓഫ് പടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഫെസ്റ്റിവൽ മൂഡ് പരിപാടികളെ ചിന്തിക്കൂ. നമ്മളും ആണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത തിരക്കഥയൊക്കെ എഴുതുമ്പം ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി കണക്കൊക്കെ ലൗഡായിട്ടുള്ള കഥകൾ, ലൗഡായിട്ടുള്ള പരിപാടികളിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. അത് കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണല്ലോ ഒരു ആർട്ട് എന്ന്. കോംപ്രമൈസ് ചെയ്യുന്നുള്ളതല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ സിനിമകൾ വന്നത്, കുറെ റിയലിസ്റ്റിക് സിനിമകൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായി വന്നത്. അപ്പൊ ഇനി കുറച്ചാൾ ഇത് പോട്ടെ, എന്നിട്ട് അത് മാറേണ്ട സമയമാകുമ്പോൾ അത് മാറും. ബൈ ബൈ ബൈപ്പാസ് ഡയറക്ട് ചെയ്തു, നല്ല ഒപ്പീനിയൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പടത്തിലേക്ക് ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്നുള്ള ചിന്തയുണ്ടോ? ഇപ്പൊ ഇല്ല എനിക്ക്, പക്ഷെ ആ മീഡിയം പഠിക്കണം എന്നുണ്ട്. സ്റ്റോറി ടെല്ലിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, ഒരു കഥ പ്രസന്റ് ചെയ്യുക ഒരു ഓഡിയൻസിന് മുമ്പിൽ എന്നുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്.
അപ്പോൾ ആ സിനിമ എന്നുള്ളൊരു മീഡിയവും കൂടെ മനസ്സിലാക്കണം, പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ വരുമ്പോ പോത്തേട്ടന്റെ അസിസ്റ്റന്റ് ആയി നിന്നിരുന്നു, 2 തവണ ഇപ്പൊ ഡയറക്ട് ചെയ്തു. ഇപ്പോഴും ആദ്യത്തെ തവണ റൈറ്റ് ചെയ്തു, ഇത്തവണ ഡയറക്ട് ചെയ്യുമ്പോ എങ്ങനെയാ എന്താണ് ആ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നത്, എങ്ങനെയാ നിങ്ങൾക്കിടയിൽ? നമുക്കെല്ലാം പേടിയാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോത്തേട്ടൻ നമ്മൾ ബഹുമാനിക്കുന്ന ഏറ്റവും ബ്രില്യൻ്റ് ഡയറക്ടറാണ്. ഇപ്പോൾ റോഷനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. റോഷന്റെ ആദ്യം നാടകം കാണാൻ പോകുന്നതാണ്. റോഷനെ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ നാടകം കാണാൻ പോയിട്ടാണ്, ഫസ്റ്റ് നാടകം കാണാൻ 19 ചെയ്തതാണ്. ആ നാടകം കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇതുണ്ടെന്നറിയാം. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. തുടങ്ങിയ ഒരു 3-4 ദിവസം ഭീകര ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. കാരണം ഇവർ രണ്ടുമാണ്. പോത്തേട്ടൻ മോണിറ്ററിൽ നോക്കത്തില്ല അല്ലേ, റോഷനാണ് വന്നിട്ട് ഞാൻ ഓക്കെ ആണോ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ മനസ്സിൽ ഞാൻ ഓക്കെ ആണോ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ആ കോമഡിയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. 3-4 ദിവസം കഴിഞ്ഞപ്പം 3-4 ദിവസം കഴിഞ്ഞ് ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ ആ ടെൻഷനൊക്കെ പോയി. എല്ലാവർക്കും തമ്മിൽ മനസ്സിലാവാനുള്ളൊരു ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കും ഞാൻ ഓക്കെ ആണോ, ഞാനപ്പോൾ മാറ്റി തൊട്ട് ഞാൻ ഓക്കെ ആണെന്ന് പേടിച്ചിരിക്കും. മേലെ ഈ ചോദ്യം ചോദിക്കും. ഇതൊക്കെ ഒരു മെഗ്ലിയല്ലോ. അപ്പൊ നമുക്ക് റോന്തിനെ പറ്റി കുറെ വിശേഷങ്ങളുണ്ട്, പക്ഷെ സമയമില്ല. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.